ഭാരതീയ ഇതിഹാസമായ രാമായണത്തിൽ മിഥിലാ രാജാവായ ജനകന്റെ പുത്രി ഊർമിള. രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ സീതയുടെ സഹോദരി. ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണൻ സീതാ സ്വയംവര സമയത്ത് തന്നെ ഊർമിളയെ വിവാഹം കഴിച്ചു. അംഗദൻ, ധർമ്മകേതു എന്നിവർ ഇവരുടെ പുത്രന്മാർ. രാമായണത്തിലെ തിളക്കമാർന്ന കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ഊർമിള എത്തിയിട്ടില്ലെങ്കിലും ഊർമിളയുടെ ത്യാഗത്തിൻ്റെ മഹത്വം ഒരു വജ്രത്തിളക്കമായി തന്നെ തിളങ്ങി നിന്നു. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്ലോകം, രാമനും സീതയും അവരെ അനുഗമിച്ച് 14 സംവത്സരം വനവാസത്തിന് പുറപ്പെടുമ്പോൾ ലക്ഷ്മണന് സുമിത്ര കൊടുക്കുന്ന ഉപദേശം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. രാമനെ അച്ഛനെ പോലെ കാണണം, സീതയെ അമ്മയെപ്പോലെ കാണണം, വനത്തെ അയോധ്യയെപ്പോലെ കരുതണം. വത്സ, സുഖമായി പോയി വരിക. ലക്ഷ്മണനോടുള്ള ഉപദേശമാണെങ്കിലും ഊർമിള അത് അക്ഷരം പ്രതി ജീവിതത്തിലുടനീളം പാലിക്കുന്നു. സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും തിളക്കമാർന്ന ഊർമിളയുടെ സാന്നിധ്യം കൊണ്ട് അവിടം പവിത്രമാകും. രാമനെയും സീതയെയും പരിചരിക്കുവാൻ ഉറക്കം പോലും ഉപേക്ഷിച്ച് സമാനതകളില്ലാത്ത പരിത്യാഗിയായി ഊർമിള. അതുപോലെ തന്നെ ഭർത്തൃമാതാപിതാക്കളെയും അന്തേവാസികളെയും പ്രജകളെയും പരിചരിച്ച് അവരുടെ ക്ഷേമത്തിനു വേണ്ടി തൻ്റെ സുഖ സൗകര്യങ്ങൾ പരിത്യജിച്ച ഊർമിള രാമായണത്തിൽ സഹനത്തിൻ്റെ ഒരു ആൾരൂപമായി തന്നെയാണ് കാണുന്നത്.